1 2 3. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. SMS ചെയ്തു, ഡ്രൈവ്, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു, സേഫ്റ്റി ചെക്ക് ചെയ്തു, ഇൻഡിക്കേഷൻ യൂസ് ചെയ്തു. അവർ വണ്ടി വരുന്നുണ്ട്, പക്ഷെ അവർ മൂവ്മെൻറ്റ് നമ്മൾ നോക്കണം. അവരിങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇൻഡിക്കേറ്റർ നമ്മൾ ഒരിക്കലും ബിലീവ് ചെയ്യരുത്. ചിലർ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറക്കും, ചിലർ അടുത്ത എക്സിറ്റിന് വേണ്ടി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് റൗണ്ട് പോയിട്ടൊന്ന് ഞാൻ സെൻട്രൽ ലൈനിൽ സ്ട്രേറ്റ് പോകുന്നു. ഇപ്പം എൻ്റെ പ്ലേ സ്പോട്ടിൽ വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ സ്പീഡ് ഇൻക്രീസ് ചെയ്തു കേട്ടോ. സ്പീഡ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ വണ്ടീൻ്റെ സെൻട്രലിൽ കാണണം. സെൻട്രലിൽ കണ്ടു, ലൈൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്ര സ്പീഡ് കൂട്ടുന്നു അത്ര ഈസിയായിട്ട് നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാം കേട്ടോ. കൺട്രോൾ വേണം. സ്പീഡ് കൂട്ടാൻ അവർ പറയും, കൺട്രോൾ വേണം. മിറർ നന്നായിട്ട് നോക്കുക. ഫ്രണ്ടിലെ വണ്ടി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ രണ്ട് സൈഡും നോക്കുക. ആൾട്ടോന്ന് 56 റിലീസ് ചെയ്യുക, ഒരു ടയർ ചാടി ആക്സിഡൻറ്റ് കൊടുക്കുക, ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് യൂസ് ചെയ്യുക. ഈ റൗണ്ട് അബൌട്ടിൽ എന്തെങ്കിലും ലൈനില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റൗണ്ട് അബൌട്ട് കയറാണ്. കയറുമ്പോൾ തന്നെ കുറച്ച് റൈറ്റിലേക്ക് വലിക്കുക. ഇങ്ങനെ കുറച്ച് റൈറ്റിലേക്ക് വലിക്കുക. ഗ്രാജ്വലി ഇങ്ങനെ തിരിച്ച് വലിച്ചു കൊടുക്കുക. സെൻറ്റർ എത്തി, ഇൻഡിക്കേഷൻ ചേഞ്ച് ചെയ്തു, മിറർ നോക്കി, ബ്ലൈൻഡ് സ്പോട്ട് നോക്കി, എക്സിറ്റായി. അപ്പോൾ എല്ലായിടത്തും ഹമ്പുണ്ട്, അത് നമ്മളെ മൈൻഡിൽ വേണം. ഇപ്പോൾ റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഹമ്പുണ്ട്, നമ്മൾ മൈൻഡിൽ വേണം. ഓക്കെ, ഇനി റൗണ്ട് അബൌട്ടാണ്, ലെഫ്റ്റ് പോകണം. അപ്പം ഞാൻ ഡിസ്റ്റൻസ് വെച്ചു, സേഫ്റ്റി ചെക്ക് ചെയ്തു, ഇൻഡിക്കേറ്റർ. ഫ്രണ്ടിൽ വണ്ടി സ്ലോ ആണ്, അപ്പോൾ അവരെ ഡിസ്റ്റൻസ് വെക്കണം. എന്നിട്ട് വേണം ലൈൻ ചേഞ്ച് ചെയ്യാം. ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ വണ്ടിയായിട്ട് സേഫ് ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി റൗണ്ട് അബൌട്ടാണ്, ലെഫ്റ്റ് പോകണം. അപ്പോൾ സേഫ്റ്റി ചെക്ക് ചെയ്തു, നോവൻ മിറർ ചെക്ക് ചെയ്തു. അപ്പോൾ മിറർ നന്നായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ അവരൊക്കെ സോൾ ലൈനാണ് ക്രോസ് ചെയ്യുന്നത്, അപ്പോൾ അത് റോങ് ആണ്. സോൾ വി കനോട്ട് ക്രോസ് സോളിഡ് ലൈൻസ്. ഓക്കെ, ഫസ്റ്റ് എക്സിറ്റ്. ആഫ്റ്റർ സെക്കൻഡ് എക്സിറ്റ്, ഇൻഡിക്കേഷൻ ചേഞ്ച്, ബ്ലൈൻഡ് സ്പോട്ട്, മിറേഴ്സ്, ലുക്ക് അഗെയിൻ. Observation till you reach your destination. We have to observe. ഇനി റൈറ്റ് ലൈനിലേക്ക് വരണം. അപ്പോൾ സ്പീഡ് ഫസ്റ്റ് സ്പീഡാണ്, ദെൻ സേഫ്റ്റി ചെക്ക്, ദെൻ ഇൻഡിക്കേറ്റർ. അല്ലാതെ സ്പീഡില്ലാതെ ഒരിക്കലും ലൈൻ ചേഞ്ച് ചെയ്താൽ അത് റോങ് ആണ്. വിത്തൗട്ട് സ്പീഡ് ഡോണ്ട് ചേഞ്ച് ലൈൻസ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് സ്പീഡ് കുറച്ചിട്ട് ലൈൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാനൊരു ട്രക്കിൻ്റെ ബാക്കിലേക്ക് ലൈൻ ചെയ്തു, കാരണം റൈറ്റ് റൗണ്ട് അബൌട്ട് റൈറ്റ് പോകേണ്ടിയിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ ട്രക്കായിരുന്നു, അപ്പോൾ ട്രക്കിൻ്റെ ബാക്കിലേക്ക് ലൈൻ ചേഞ്ച് ചെയ്യണം. എപ്പോൾ നമ്മൾ ഏത് ലൈൻ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. റൈറ്റ് ലൈൻ തന്നെ കീപ്പ് ചെയ്യാം. അവർ പറഞ്ഞാൽ മാത്രം നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ നല്ല സ്ലോയിൽ പോകുന്ന വണ്ടികളുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഹോം ട്രാക്ക്, എപ്പോഴും നമ്മൾ ഇതന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ സൈൻ ബോർഡ് നോക്കി, അവിടെ എന്തുണ്ട്? ഹമ്പുണ്ട്, പർസിങ് ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്തു. ഇപ്പോൾ ഹമ്പിൽ ബ്രേക്ക് ചെയ്യരുത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇപ്പോൾ കോളേജസിൽ വരുന്ന ആൾക്കാർ എല്ലാവരും നന്നായിട്ട് ബ്രേക്ക് ചെയ്യും. 56 ബ്രേക്കിലായിരിക്കും കാലുണ്ടാവുക. 56 ബ്രേക്കിൽ കാലുണ്ടാവരുത്. പക്ഷേ ബിഫോർ ഹംപ് യു ഹാവ് ടു കൺട്രോൾ ദ കാർ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് താളമ്പോൾ ഇങ്ങനെയാണ് ഓടിക്കാനുണ്ടാവുക. റൈറ്റ്, ഇവിടെ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല, ബട്ട് ഷോൾഡർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഷോൾഡർ എല്ലാ ജംഗ്ഷനും നമ്മൾ എന്ത് ചെയ്യണം? ഷോൾഡർ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ടേണിങ്ങിൽ ഷോൾഡർ ചെക്ക് ചെയ്യണം, ജംഗ്ഷനിലൊക്കെ ഷോൾഡർ ചെക്ക് ചെയ്യണം. ഫസ്റ്റിൽ താളാകുമ്പോൾ നോർമലി ഇതാ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറയല്. അപ്പോൾ സേഫ്റ്റി ചെക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക, സൈഡിൽ പോവുക, ഹസാർഡ് ലൈറ്റ് ഇടുക, നിർത്തുക, എമർജൻസി പാർക്ക്. ഇപ്പോൾ ഫ്രണ്ടിലെ വണ്ടി നല്ല സ്ലോ ആണ്. ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്തു. ചാൻസ് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ലൈൻ ചേഞ്ച് ചെയ്തു. ഈ ട്രക്കിനെ സെൻട്രലിൽ കണ്ടാൽ തിരിച്ചു വരണം, കണ്ടില്ലെങ്കിൽ ഡൗൺ കം. ഓക്കെ, അപ്പോൾ സ്പീഡ് ഇത്തിരി ഇൻക്രീസ് ചെയ്തു. സെൻട്രലിൽ ഫുള്ളായിട്ട് കണ്ടു. ഞാൻ തിരക്കൊന്നുമില്ല, റിലാക്സ് ആണ്. ഇൻഡിക്കേഷൻ യൂസ് ചെയ്തു. കൂളായിട്ട് ഒരുപാട് ഷെയറിങ് തീരെ വളയ്ക്കണ്ട, കാരണം വളവിന്നല്ല നമ്മൾ മാറുന്നത്. വളവ് നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാം, കാരണം ഇത് ബ്രോക്കൺ ലൈൻ അല്ലേ, നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ലോങ് നോക്കി, അവിടെ ഒരു ട്രെയിനിങ് വണ്ടി പെട്ടെന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഞാൻ സ്ലോ ഡൗൺ ചെയ്തു. അതാണ് ഒബ്സർവേഷൻ. എന്നിട്ട് ലോങ് നോക്കി, ഈ റോഡ് റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വണ്ടി ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്, സ്ലോ ഡൗൺ ചെയ്തു. എപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്ന വണ്ടിക്കാണ് പ്രയോറിറ്റി. ഓക്കെ, ഞാൻ ഇൻഡിക്കേറ്റർ റൈറ്റ് യൂസ് ചെയ്തു. എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷനാണ്. അവിടെ റൈറ്റ് എന്ന് പറയും പോലീസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വളയ്ക്കരുത്. പെട്ടെന്ന് വളച്ചാൽ ഇവിടെ ഈ സോൾ ലൈൻ ടച്ച് ആയി പോകും. ഞാൻ സ്ട്രൈറ്റാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് വെച്ചു. ഇപ്പോൾ ഡിസ്റ്റൻസ് പോയി പോകരുത്. അപ്പോൾ നാട്ടിലെ
നാട്ടിൽ ഓടിക്കുന്ന ആളുകൾ വെച്ചാൽ ഒന്നാമത് മുട്ടിച്ച് ഓടിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫെയിലാകുന്ന ഡിസ്റ്റൻസ് കാരണമാണ്. ഇപ്പോൾ നാട്ടിൽ ഓടിക്കുന്ന ആളുകൾക്ക് ലൈസൻസ് കിട്ടുന്നില്ല, അവർ ഫെയിലാവുന്നുണ്ട്. ഇവിടുന്ന് പഠിച്ചെടുക്കുന്ന ആളുകൾ പാസ്സാവുന്നുണ്ട് എന്നുള്ളൊരു സംസാരമുണ്ട് അല്ലേ? അത് കാര്യമാണ്. കാരണം നാട്ടിൽ നമ്മൾ സ്റ്റോപ്പ് സൈൻ ഉണ്ടെങ്കിൽ നിർത്തുമോ? ഇല്ല. US സൈൻ ഉണ്ടെങ്കിൽ നിർത്തുമോ? ഇല്ല. അങ്ങനെ ഓടിച്ചു പോകാനാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ നന്നായിട്ടുണ്ടാവും, പക്ഷേ റൂള് നമ്മൾ ഫോളോ ചെയ്യില്ല. അപ്പോൾ അതാണ് നാട്ടിലെ ആളുകൾക്ക് ലൈസൻസ് കിട്ടാൻ കുറച്ച് ഡിലേ ആവുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ നാട്ടിലെ ആ ഡ്രൈവിങ് മാറ്റിയെടുത്താൽ മതി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ലൈൻ ചേഞ്ച് ചെയ്യാണ്. സെൻറ്ററിൽ കണ്ടു, സൈഡ് നോക്കി, ബ്ലൈൻഡ് സ്പോട്ട് നോക്കി, ഇൻഡിക്കേഷൻ കൊടുത്തു, ഡബിൾ ചെക്ക് ചെയ്തു, മാറി. ഓക്കെ, ഫൈൻ.